സീക്രട്ട് മുഴുവനും പൈസക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു അങ്ങനെ ഒരു എല്ലാരും പൈസക്ക് വേണ്ടിട്ടല്ലേ? ആരാ പൈസക്ക് വേണ്ടി അല്ലാതെ ഞാൻ എന്നോട് തിരിച്ച് നീ പൈസക്ക് വേണ്ടിട്ടല്ലാന്ന് ചോദിക്കുന്നവൻ പൈസക്ക് അല്ലാതെ എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ടോ? ശരി, നന്മ ചെയ്താലടക്കം ഇതിനൊരു പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്നൊരു അത് ആഡഡ് ബോണസ് അല്ല, അത് എടുക്കുന്നവന് എടുക്കാം, സെൻസ് ഉള്ളവന് അത് എടുക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഒരിക്കലും വന്ന് ക്ലെയിം ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത വീഡിയോ എന്നുള്ള ഔട്ട്പുട്ട്സ് ഒന്നും. ഇഷ്ടംപോലെ വീഡിയോ, ഇഷ്ടംപോലെ ഔട്ട്പുട്ട്സ് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പല കേസിന്റെ ഭാഗമായിട്ട് എന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ വിളിപ്പിച്ചിട്ടുണ്ട്. പല കാര്യത്തിലും ഞാൻ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാറില്ല, ഇതൊന്നും എടുത്തു കൊടുന്ന് വെച്ചിട്ട് ഇതിന്റെ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാറില്ല, എടുത്ത് പിടിച്ച് അടിക്കാറില്ല. എനിക്ക് ആ കണ്ടന്റ് ചെയ്തു, അത് നാട്ടുകാരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചു. അതിൽ എന്റെ POV, എന്റെ പോയിന്റ് ഓഫ് വ്യൂ പ്രസന്റ് ചെയ്തു, ഞാൻ പോയി. അത്രേ ഉള്ളൂ. അതൊന്നും ഇനി അരി വാങ്ങാനാണെങ്കിൽ അരി വാങ്ങുന്നത് എന്ത് വേണമെങ്കിൽ വിചാരിച്ചു, എനിക്ക് കുഴപ്പമുള്ള കാര്യം. ഐ ഡോണ്ട് മൈൻഡ് എന്നുള്ള മാതിരി ഞാനോട് പോകും. അപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഏറ്റവും ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഉണ്ണി മുകുന്ദനും സായും കൂടി സംസാരിക്കുന്നു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ എന്നുള്ളത്. അതായത് രണ്ടഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഈഗോയൊക്കെ മാറ്റിവെച്ച് അവർ തമ്മിലുള്ള സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പെരുമാറുന്നത് ഒരു കാഴ്ചയായിട്ട് എനിക്ക് കണ്ടത്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദ ലവ് ഫോർ ക്രിക്കറ്റ് അതും ആ വീഡിയോയിൽ ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ മൊത്തം ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാം, എന്നാലും എന്താണ് ഉണ്ണിമുകുന്ദനായിട്ട് സായി സംസാരിച്ചത്? ഇല്ല, പഴയ അന്നുണ്ടായ കാര്യങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ ക്ലാരിറ്റി വരുത്തി അത്രേ ഉള്ളൂ. പിന്നെ ഇടയിൽ കളിച്ച കുറച്ച് ആൾക്കാർ അങ്ങനെ പോയി. അന്ന് ഇടയിൽ കളിച്ച ആളുകൾ ഉണ്ടായിരുന്നു പോലെ 1-2 ആൾക്കാർ. അല്ല, അവരെന്നെ പിന്നെ ഉണ്ണിമുകുന്ദന്റെ ജീവിതത്തിൽ പിന്നെയും കളിച്ചു. ഓക്കെ വ്യക്തമായി. അങ്ങനെ കുറച്ച് കൊട്ടേഷൻ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതായത് സായിക്കെതിരെ എനിക്കെതിരെ. അങ്ങനെ അയാളെ മാനിപ്പുലേറ്റ് ചെയ്തു, അതുപോലെ ഇപ്പുറത്ത് ഇനിയും മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. ഭയമൊന്നുമില്ലേ ജീവന്? എന്ത് ഭയം, എന്തായാലും മരിക്കും. അല്ല, ഒന്നാമത് ഞാൻ പറഞ്ഞ എനിക്ക് ലൈഫിൽ ഇപ്പോ സ്നേഹമുണ്ട്. സ്നേഹനോടാണെങ്കിലും ഇപ്പൊ ഞാൻ പോയി പറയണം, സ്നേഹം ഞാൻ ഇപ്പൊ നാളെ മരിച്ചു പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം കാണും ഓബിയസ്ലി. അല്ലാതെ സ്നേഹക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച വല്ല ബേർഡൻ എടുത്ത് തലയിൽ കൊണ്ടുപോയി ചുമന്ന് നടക്കേണ്ട കാര്യമൊന്നുമില്ല. കടബാധ്യത മാത്രമല്ല, ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച വേറെ വിഷമങ്ങളൊന്നും ഇല്ല സ്നേഹക്ക്. സ്നേഹക്ക് ഇപ്പൊ ഈ മനുഷ്യനാണ്, മറക്കാനുള്ള കഴിവുണ്ട്. ഞാൻ മരിച്ചാലും ചിലപ്പോൾ ഓർമ്മകൾ ഉണ്ടാവും, കുറച്ച് ദിവസം അത് ഹോണ്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ അവളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെയുള്ള ഡോഗ്സ് ആണ്, അവരോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. മേ ബി അവർക്ക് ഈ പറഞ്ഞ പോലെ മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ, മറക്കാനാശം പാടായിരിക്കും. അവർക്കുള്ള ചിലപ്പോൾ ഒരു വിഷമം കാണുമായിരിക്കും. അല്ലാതെ പിന്നെ എനിക്ക് അങ്ങനെ എൻ്റെ മരണം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എന്നൊരു ഫീലിംഗ് ഒന്നും എനിക്കതൊരു തോന്നി. ഇപ്പം അങ്ങനെയാണോ നമുക്ക് മരണത്തെ പേടിക്കുക? നമ്മളെപ്പോഴാണ് മരണത്തെ പേടിക്കുക? ഞാൻ എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞു, എനിക്ക് മരണത്തിനെ പേടിയാവുക എപ്പോഴാച്ചെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നാളെ അവരെന്ത് ചെയ്യും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, അത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും മരണം നമുക്ക് പേടിയാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല. ഞാൻ ഇല്ലാതായാലും അല്ലെങ്കിൽ ഞാൻ മരിച്ചാലും പ്രത്യേകിച്ച് എൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആർക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാകാൻ പോണില്ല. അപ്പൊ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, മരിച്ചു. അല്ല, എന്നിട്ട് എന്താണ് ശരിക്കും ഉണ്ണിയായിട്ട് സംസാരിച്ചത്? എൻ്റെ ഉണ്ണിയുടെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയോ? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ല, അന്നുണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ ഉണ്ണിയാണെങ്കിലും ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് വേർഷൻ കണ്ടിട്ടില്ല. ഉണ്ണിയുടെ വേർഷൻ അത് ഉണ്ണീനെ ഒരു ക്ലിപ്പ് മാത്രമാണ് കാണിച്ചത്. അത് മാത്രം കണ്ട് മാനിപ്പുലേറ്റ് ആയിട്ടാണ് ഉണ്ണി വിളിക്കുന്നത്. ഞാൻ അതിന് ശേഷം കൊടുത്ത റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിലും ഒരു ദേഷ്യവും വൈരാഗ്യം വരുമല്ലോ, എൻ്റെ വീട്ടുകാരെ തെറി വിളിച്ചാൽ അന്ന് ശരിയാക്കി തരണം എന്നുള്ള ഒരു സാധനത്തിന് ഞാനും പോയി. പക്ഷെ ടൈം ഹീൽസ് എന്ന് പറഞ്ഞ പോലെ കുറേ ആണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഹീൽ ചെയ്യാൻ തുടങ്ങി. ഹീൽ ചെയ്തതിൻ്റെ മുകളിൽ പിന്നെയും മസാല ഇട്ടത് മാർക്കോ സിനിമേൻ്റെ റിവ്യൂ ആണ്. ഞാൻ ഇന്നും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ സിനിമേൻ്റെ റിവ്യൂവിൽ എവിടെയും സിനിമ മോശമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ അത് ആ രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ആ രീതിയിൽ അതിന് ഒരു ട്രോളും മീമൊക്കെ വെച്ച് ഉണ്ണിയുടെ ലൈഫിൽ ആ കാലഘട്ടം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഈ റീസെൻ്റിലായിട്ട് അടിയും പേടിച്ചു പോയ ഒരുത്തൻ അതിനിടയിൽ കിടന്ന് നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഉണ്ണിമുകുന്ദൻ അറിയാതെയാണോ സീക്രട്ട് ഏജന്റിന് അയാൾ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത്? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്.
ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കുക അല്ലേ? പേര് ഉപയോഗിക്കാൻ ഞാൻ പലവട്ടം ഉപയോഗിച്ചുള്ള ചെങ്ങായി ഒരു എന്താ പറയുക, എനിക്കെതിരെ നടന്ന കുറെ PR അറ്റാക്ക്, അതിനെ കുറിച്ചിട്ടിപ്പോൾ റീസെൻ്റ്ലി ഒരു ലേഡി അവർ വേറൊരു കേസിന് അകത്ത് പോയിരുന്നു. ആ ലേഡി എനിക്ക് കുറേ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ഒരു കൈൻഡ് ഓഫ് ഫോൾ പ്ലേ അതിനകത്ത് ഉണ്ടായിരുന്നു. ഒന്നത്, രണ്ടാമത് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓബിയസ്ലി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, പിന്നെ ഒരു ദേഷ്യം ഉണ്ടാവും. ഇപ്പോൾ ഉണ്ണിയാണെങ്കിലും പല ഇൻ്റർവ്യൂസിൽ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനാണെങ്കിലും ഉണ്ണി മുന്തനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ആ ക്രിക്കറ്റ് ഫീൽഡിൽ അതാണ് തീർന്നു കിട്ടി. ഇപ്പോൾ ഒരു ഫോൺ കോളിനപ്പുറമുണ്ടോ ഉണ്ണി മുന്തൻ? ആ ഉണ്ട്, ഓബിയസ്ലി ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഖിൽ മാരാർ, ഉണ്ണി മുന്തൻ, അങ്ങനെ ഒരു സംസാരം വന്നിട്ടുണ്ടായിരുന്നല്ലോ BJP-യുടെ സ്ഥാനാർത്ഥികളോ എന്ന് വെച്ചിട്ട്. എങ്ങനെ മെസ്സേജ് അയച്ച് ഞാൻ ചോദിച്ചു, പറഞ്ഞു നോ ഡൂഡ്, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. കാരണം എൻ്റെ അറിവിൽ ഉണ്ണി മുന്തൻ ഇപ്പോഴും പ്രത്യക്ഷമായിട്ട് ഞാൻ BJP ആണെന്നോ സംഘപരിവാറാണെന്നോ അല്ലെങ്കിൽ ആ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളോ എന്ന് പറഞ്ഞിട്ടില്ല. അയാൾ ഇപ്പോഴും രാജ്യസ്നേഹി എന്നുള്ള ലേബലിലാണ് നിൽക്കുന്നത്. ഒരു വലിയ മോദി ഇഷ്ടക്കാരനാണ്. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടാം, ഒരു നേതാവിനെ ഇഷ്ടപ്പെടാം, അതൊക്കെ ഒരു ഇൻഡിവിജ്വലിന്റെ താല്പര്യമാണ്. പക്ഷെ ആശയം കൺസീവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് BJP അനുകൂലിയാവണമെന്നില്ല. അത്രേ ഉള്ളൂ. ഒരു BJP, സംഘപരിവാർ, മറ്റേ ഹിന്ദുത്വ, ഈ സാധനങ്ങളൊന്നും കൊണ്ടുവരണമെന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാൻ പറ്റണം. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല ഇയാള്. ഞാനപ്പോ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണാത്തത് കൊണ്ടാണോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? നോ. അങ്ങനെ ഒരു ഫോൺ കോൾ അപ്പുറത്തുണ്ട്. ഞാൻ BJP അനുകൂലിയല്ല എന്ന് അങ്ങനെ പറയാൻ മാത്രം ആളുണ്ട്. ഇല്ല, പൊളിറ്റിക്സ് ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പൊളിറ്റിക്സ് ഉണ്ട്, അയാൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ കാണാത്തത് കൊണ്ടാണോ നമുക്ക് ചോദിക്കണല്ലോ. പണ്ട് അത് ചോദിക്കാൻ പറ്റിയിരുന്നില്ല, അത് ചോദിക്കാൻ പറ്റൂലോ. അപ്പൊ കൃത്യമായിട്ടില്ല, ഞാൻ എവിടെയും പൊളിറ്റിക്സ് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. ദാറ്റ് വാസ് ഹിസ് ആൻസർ. ഈ അഖിൽമാരാറിനെ കത്തി ചോദിക്കണല്ലോ വിശേഷം. ഇപ്പൊ നോക്കൂ, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു റെലവൻസ് അത് നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളും അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യുന്ന സിനിമകളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ലൈവിൽ പറയുന്നത് അല്ലാതെ ഒഫീഷ്യലി അങ്ങനെ പ്രത്യേകിച്ച് ഹാപ്പനിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതർ ദാൻ മിഡ് നൈറ്റ് അറ്റ് മുള്ളൻകൊല്ലി എന്നുള്ളൊരു ശ്രമം അല്ലാതെ ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പൊ ഈ റെലവൻസ് കുറയുമ്പോൾ പിന്നെയും സഹിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമായിട്ട് മാത്രമായിട്ടാണോ സീക്രട്ട് ഏജന്റിന് തോന്നിയിട്ടുള്ളത്? അഖിലിന് ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഞാനത് ഇതിന്റെ വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഈ അഖിലിനെ ഞാൻ പരിചയപ്പെടുന്നത് ജനം TV-യിൽ നടക്കുന്ന ഡിബേറ്റിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സിയാദ് കോക്കറുള്ള ഒരു വേദിയിൽ കച്ചറയായി. അന്ന് ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് അഖിൽ എന്നെ വിളിച്ച് പറയുന്നത്, സായി എനിക്ക് നിന്നോട് അങ്ങനത്തെ സീനൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം ഇയാളൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കഴിഞ്ഞിട്ടോ എന്നെ വിളിക്കണേ. ആ പോസ്റ്റ് വാസ് ലൈക്ക്, ഞാനും ഖാദർ കരിപ്പൊടിയും ഞങ്ങൾ സുഡാപ്പീസ്, ഈ പറഞ്ഞ SDPI ഇതിന്റെയൊക്കെ എന്താ ചാരന്മാരാണെന്നോ അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര വലിയ വാക്കുകളാണ് ഉപയോഗിച്ചത്. അത് ഭയങ്കര ഹേർട്ട് ചെയ്യും നമ്മള്.